എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീട്ടിൽ വിവിധ തരം ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി മുതൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നത്, ഇനി ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്, അങ്ങനത്തെ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംസ്ഥാന സർക്കാർ നൽകുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരൊക്കെയാണോ നിങ്ങൾ? 1600 രൂപ വീതം നമ്മുടെ വീടുകളിൽ ആരെങ്കിലും സഹായമായിട്ട് വാങ്ങുന്നുണ്ടോ? ബാങ്ക് അക്കൗണ്ടിൽ ആയിക്കോട്ടെ, കൈകളിൽ ആയിക്കോട്ടെ, സഹായം വാങ്ങുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാരിൻ്റെ പരിശോധനകളും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നടപടികളും മാർച്ച് മാസം 2025 മുതൽ ആരംഭിക്കുന്നതാണ്. പെൻഷൻ വാങ്ങുന്നവർക്ക് സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുമെന്നും അനർഹരായവരെ കണ്ടെത്തുമെന്നും പുറത്താക്കുമെന്നും ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് മന്ത്രി KM ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിലുള്ളവരാണ് ഈ പരിശോധന നേരിടേണ്ടി വരുന്നത്. ക്ഷേമനിധി ബോർഡ് വഴി അംശാദായം അടച്ച് ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഈ നിയമം ബാധകമായിട്ട് വരുന്നതല്ല. ബാക്കി വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷന് കീഴിൽ 1600 രൂപ ലഭിക്കുന്നവരാണ് ഈ ഒരു പരീക്ഷണഘട്ടം കടക്കേണ്ടത്. നിലവിൽ അനർഹരായവരെ കണ്ടെത്തി അവരെ പുറത്താക്കുക മാത്രമല്ല, ഇങ്ങനെ പുറത്താക്കുമ്പോഴും ഒരുപാട് അർഹരായ ആളുകൾക്ക് പുതുതായിട്ട് പെൻഷൻ വിതരണം നടത്തുവാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ബാക്കി ശേഷിക്കുന്നവർക്ക് പെൻഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ പെൻഷൻ വർധനവിനും സാഹചര്യം ഉണ്ടെങ്കിൽ നിലവിൽ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് മാർച്ച് മാസം മുതൽ സംസ്ഥാന വ്യാപകമായി ടോട്ടൽ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ഈ പെൻഷൻ പദ്ധതിയിൽ നിലവിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ മുകളിലാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി പെൻഷൻ നൽകേണ്ടി വരുന്നില്ല. ഇനി മറ്റൊരു കാര്യം നോക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അതുമാത്രമല്ല, ഓരോ പെൻഷൻ പദ്ധതിക്ക് അപേക്ഷിക്കുമ്പോഴും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അതിൽ നമ്മുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ മാത്രമാണ് സർക്കാർ ഇത് അംഗീകരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ടും നിർബന്ധമാക്കുമെന്നും അത് കൃത്യമായിട്ട് തന്നെ പരിശോധിച്ച് ഉറപ്പാക്കുമെന്നുള്ള നിർദ്ദേശങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വരുമാന സ്രോതസ്സുകളും എല്ലാ വരുമാന മാർഗങ്ങളും കൃത്യമായിട്ടും പരിഗണിക്കുന്നതാണ്. മക്കളുടെ ഉൾപ്പെടെയുള്ളവരുടെ വരുമാനങ്ങളും ഇതിൽ പരിഗണിക്കും. വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്രോതസ്സുകളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ സ്ഥലമായിക്കോട്ടെ, അല്ലെങ്കിൽ കൃഷി സ്ഥലമാകട്ടെ, മറ്റ് ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൽ പരിഗണിക്കുന്നതാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലും അല്ലെങ്കിൽ അതിൽ മുകളിലോ ആണ് എങ്കിൽ റിപ്പോർട്ട് നൽകുകയും ഇതിൽ പ്രകാരം പിന്നീട് നമുക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല. ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പ് നടപ്പിലാക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്നാണ് തദ്ദേശ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ജീവനക്കാർക്ക് കൈമാറുന്ന അതേ സമയത്ത് തന്നെ ഒരു ഓതൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പരിശോധനയായിരിക്കും നടപ്പിലാക്കുന്നത്. ഇത് എല്ലാ മാസങ്ങളിലും നടപ്പിലാക്കുന്നതാണ്. അതായത് കൃത്യമായിട്ടും അർഹതയുള്ള വ്യക്തികൾക്കാണോ ആനുകൂല്യം വാങ്ങുന്നതെന്ന് ഈ പദ്ധതി മുഖേന മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഒരു തരത്തിലുള്ള തട്ടിപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നതാണ്. സർക്കാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ബയോമെട്രിക് സംവിധാനം കൂടെ ക്രമീകരിക്കുന്നത്. അത് എല്ലാ പ്രാവശ്യവും നമ്മൾ തുക വാങ്ങുന്ന സമയത്ത് പെൻഷൻ ഗുണഭോക്താവ് വിരൽ പതിച്ചുകൊണ്ടുള്ള ഒരു മസ്റ്ററിങ് നടത്തുന്നതാണ്. വളരെ വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കുമെന്നാണ് സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ വാഹനങ്ങളുണ്ടോ അല്ലെങ്കിൽ
മറ്റ് AC ഉപകരണങ്ങൾ അല്ലെങ്കിൽ ആഡംബര ഉപകരണങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നോ എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും നടപ്പിലാക്കി വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ പരിശോധന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വീടിൻ്റെ വിസ്തീർണവുമായി ബന്ധപ്പെട്ട് എത്ര സ്ഥലമാണ് ഉള്ളതെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അവർ പരിശോധിച്ച് ശേഖരിക്കുന്നതാണ്. ഇതിനു വേണ്ടി പ്രത്യേകതല ഉദ്യോഗസ്ഥർ തന്നെ നമുക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രം നിങ്ങൾ കൃത്യമായിട്ടും പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നവർ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ ഇനി മുതൽ പെൻഷൻ വാങ്ങുന്നവർ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷമായിരിക്കും 1600 രൂപ അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ ഉപഭോക്താക്കൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മസ്റ്ററിങ്ങും ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടെ അറിയിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.